എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിലെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കമൻസും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് തന്നെ എടുത്ത വീഡിയോ ആണേ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ പതിവ് പോലെ തന്നെ ചോറ് വയ്ക്കാനായിട്ട് പോവുകയാണ്. എന്നും പറയുന്ന പോലെ തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാണിക്കാനായിട്ടൊന്നുമില്ല. അരി കഴുകുന്നു, കുറച്ച് അരി എടുത്തു കഴുകി അത് കുക്കറിലിട്ടിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ്. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ എടുത്ത് വെക്കുകയാണ്. രാവിലെ തന്നെ കുട്ടികളൊക്കെ പോയി കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് കുറച്ച് ഉറക്കം എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 10 മിനിറ്റ് ലേറ്റായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹറിബറി ആയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ മീൻ അയലയും പിന്നെ ചൂരയുടെ കുട്ടിയില്ലേ അതും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മീൻ കൊണ്ടുവന്ന മീൻകാരൻ്റെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്നും മീനൊന്നും വാങ്ങാറില്ല, എങ്കിൽ ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ അയലയുടെ അതിൻ്റെ തോല് മാറ്റിയെടുക്കുന്നില്ല. ഇതിന് മുന്നേത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയലയുടെ തോല് മാറ്റിയിട്ടാണ് ഞാൻ അന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അയല നമുക്ക് അത്രയും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാൻ വലിയ പാടാണ്. എങ്ങനെയായാലും അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ഉടഞ്ഞു പോകും മീൻ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ തോലൊന്നും ഉരിക്കാണ്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ചൂരയും അയലയും ഒക്കെ വെട്ടി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ആ ചൂരക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ അയല കറി വെക്കണം. അത് ഫുള്ളായിട്ട് കറിയൊന്നും വെക്കുന്നില്ല, അതിൻ്റെ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് ഫ്രൈ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കറി വെച്ച മീൻ കഴിക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും വലിയ പാടാണ് ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ. ചേട്ടനും കുഴപ്പമൊന്നുമില്ല, എനിക്കും ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ മറ്റേ കറി വെച്ച മീനും എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ എന്തോ ഒരു ഇതുപോലെയാണ്. ഏതെങ്കിലും ഒരു ഐറ്റം കുറച്ച് കഴിക്കും. മക്കളും അങ്ങനെ തന്നെയാണ്, അവർക്ക് ഒന്നുകിൽ കറി വെച്ച മീൻ മതി, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്തെങ്കിൽ അത് മതി, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുമ്പോഴത്തേക്കും ഒരു നല്ല മണവും രുചിയൊക്കെ വരുവേ. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ മീൻ കറി വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങയൊന്ന് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് തേങ്ങയും ഒരു കഷ്ണം സവാളയും ഇഞ്ചിയും പുളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മീൻകറി അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വീണ ഒരു ഓല തുമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെട്ടി അതിൻ്റെ മടലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ചൂട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണേ. നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്ത് വെച്ച് ഉള്ള കുക്കിങ്ങൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പുകയെടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിറക് ഒന്ന് ശേഖരിച്ച് വെക്കുന്ന ഒരു ഇതെനിക്കില്ല. അപ്പോൾ ഇവിടെ വരുന്ന മടലും ചൂട്ടും കൊതുമ്പും അങ്ങനെയുള്ള വിറകായിരുന്നാലും ഒക്കെ ഞാൻ അപ്പുറത്തെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നും നമുക്ക് ഇവിടെയിട്ട് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഉപയോഗിക്കുന്നവരെങ്കിലും ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഞാൻ അപ്പുറത്ത് കൊച്ചിൻ്റെ അവിടത്തേക്ക് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ അവിടെ അടുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അവർ അത് വെച്ച് ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും കൊടുക്കും. തേങ്ങ പൊതിക്കുന്ന തൊണ്ടായിരുന്നാലും ഒക്കെ ഞാൻ അങ്ങ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് ഒക്കെ എടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ സത്യത്തിൽ അടുപ്പും ഇവിടെ ഉണ്ടായിരുന്നതൊന്നുമല്ല. ഞാൻ അവിടെ മമ്മിയുടെ വീട്ടിൽ ഒരടുപ്പ് ഉണ്ടായിരുന്നേ. അത് സത്യത്തിൽ ഞാൻ ആദ്യം ഒരു അടുപ്പ് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്നിട്ട് വിചാരിച്ചു, പണ്ട് നമ്മുടെ വീട്ടിൽ മമ്മിയുടെ അവിടെ പുറത്ത് വെച്ചിട്ടാണ് ഈ ചോറും മീനും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഈ പുകയടുപ്പ് അകത്ത് കത്തിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ പുക വീടിനകത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അകത്ത് വെച്ച് കത്തിക്കാതെ പുറത്ത് വെച്ചായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ അവിടെ ഒരു ചെറിയൊരു കിച്ചണും കൂടി കെട്ടി. അപ്പോൾ പിന്നെ ഈ അടുപ്പിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് അതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങാമെന്ന്. പിന്നെ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അടുപ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്തിട്ട് വരുവാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെ കുറച്ച് മടലും കൊതുമ്പും ചൂട്ടുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. അടുപ്പ് കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നതിൻ്റെ ഒരു ഇത് അതിനുണ്ട്. പിന്നെ അടുപ്പ് കഴുകിയെടുക്കാമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും കഴുകിയിട്ടൊന്നുമില്ല. അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയൊക്കെ എടുത്തിട്ട് ഓലച്ചൂട്ടൊക്കെ വെച്ച് ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് കത്തി വരുവേ. പിന്നെ നമുക്ക് ഒരുപാട് വിറകൊന്നും കുത്തി ഞെരുക്കി വെക്കാനുള്ളൊരു സ്പേസ് ഇല്ലല്ലോ, കുഞ്ഞടുപ്പാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറേശ്ശെ വിറകും ചൂട്ടും കൊതുമ്പും ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് കത്തിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പ് നന്നായിട്ട് കത്തി വരുന്നുണ്ടായിരുന്നേ. നന്നായിട്ട് കത്തിയതിന് ശേഷം പിന്നെ ഞാൻ ചട്ടി കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ചു. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഇവിടുത്തെ പഴയ വീട്ടിൽ ഇതേപോലെ വിറകടുപ്പ് ഉണ്ടായിരുന്നേ. അന്ന് ഞാൻ അതിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും. നന്നായിട്ട് മീൻസ് അതിൽ വെച്ച് ഞാൻ കുക്ക് ചെയ്യും. ഗ്യാസ് അടുപ്പിലും വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു. പിന്നെ സമയത്തിൻ്റെ ഒരു പരിമിതിയും പിന്നെ എല്ലാവർക്കും ഓരോ ബിസി ലൈഫൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അടുപ്പൊക്കെ ഉപയോഗിക്കാതെയായി. അന്ന് എനിക്കിവിടെ വിറകും എല്ലാം ഉണ്ടായിരുന്നു. വിറക് വെക്കുന്ന ഷെഡൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വിറകും ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വിറകടുപ്പിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് വിറകടുപ്പിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് പിന്നെ ഈ സ്കൂളിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നെ ഈ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതൊക്കെ മതിയാക്കിയിട്ട് ഗ്യാസ് അടുപ്പിലോട്ട് തിരിഞ്ഞതും. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുക്കറിനെ ആശ്രയിക്കുന്നു. എല്ലാ കാര്യങ്ങളും കുക്കറിൽ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കൂടുതലും കുക്കറിൽ തന്നെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് വെച്ച് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ വീട് വെച്ചപ്പോഴും വിറകടുപ്പ് വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയൊരു കിച്ചണും കൂടി കെട്ടിയത്. പക്ഷേ അത് വെച്ച് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു അടുപ്പ് വെക്കാനുള്ളൊരു സൗകര്യം അവിടെ ഇല്ലാണ്ടായി. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചട്ടി ചൂടായപ്പോഴത്തേക്ക് എണ്ണയും കടുകും മുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്ത അരപ്പില്ലേ, നമ്മുടെ മീൻകറി വെക്കാനായിട്ടുള്ള അരപ്പ് അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും വേണ്ട, അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് ചൂടായി വരണമേ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ രീതിയിലാണ് വെക്കുന്നത്. ഞാൻ അല്ലാത്ത രീതിയിൽ വെക്കുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ. എല്ലാം കൂടി കലക്കി ഇട്ടിട്ട് വെച്ചിട്ട് തേങ്ങയെന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊത്തത്തിൽ വായിൽ വികട സരസ്വതി എന്നൊക്കെ പറയുന്ന പോലെ വന്ന് കയറുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഒരുമിച്ചിട്ട് കലക്കി വെക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ഇട്ട് ഒന്ന് കലക്കി എടുത്തിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീനും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണേ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് മീനെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എനിക്ക് ട്രൈപോഡ് ഇല്ല. അപ്പോൾ ഞാൻ ഈ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ എടുത്ത് തരാനായിട്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൽ വെച്ച് എടുക്കുകയേ നിവർത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ആ വീഡിയോയ്ക്ക് കാണാനും ഉണ്ട്. നല്ല ക്ലിയറായിട്ട് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ ഞാൻ കറിയിൽ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇന്ന് എയർ ഫ്രയർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എയർ ഫ്രയറിൽ ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രയറൊക്കെ ഒന്ന് ഓണാക്കി എടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന മീനൊക്കെ എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുവാണേ.
ഇതിൽ ഫ്രയറിൽ വെച്ച് ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ഫ്രൈ ചെയ്തപ്പോൾ തോന്നിയത് അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല മോയ്സ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ അതങ്ങ് തണുത്ത് പോയാൽ കുറച്ച് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ എന്തായാലും കുക്കറിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് അരിച്ച് നമ്മുടെ കണ്ണാപ്പയിലോട്ടാക്കി, കണ്ണാപ്പയിലോട്ടാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് ചോറ് ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കുവാണ്. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും ചേട്ടന് പോകാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ട് ഞാനിന്ന് അപ്പമായിരുന്നേ. രാവിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ കൂടെ രാവിലെ ഇന്ന് ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കറി അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പിന്നെ മീൻകറി ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അപ്പം മീൻകറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻകറിയും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും അപ്പമൊക്കെ ചുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയും അപ്പം ചുടാറുണ്ട്. പിന്നെ കല്ലപ്പം പോലെയല്ലേ, നമ്മുടെ ദോശക്കല്ലിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. ഇത് പാലപ്പമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. മീൻകറിയിൽ ഇന്ന് കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ കുറച്ച് ഹറിബറി ആയിരുന്നു. രാവിലെ എഴുന്നേറ്റതേ സമയം താമസിച്ചിട്ടൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും വീഡിയോ ഒക്കെ കറക്റ്റ് എടുക്കാൻ പറ്റുമോയെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വീഡിയോ അങ്ങ് എടുത്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ശരിയാവുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കുറച്ചുകൂടെ ഒന്ന് വറ്റുകയും വേണം, ടൈമും ഇല്ല. എങ്കിലും കുറച്ചൊക്കെ ഒന്ന് വറ്റിച്ച് എടുത്തു. കുഴപ്പമില്ലായിരുന്നു. എങ്കിലും കുറച്ച് വെള്ളമുണ്ട്, എങ്കിലും സാരമില്ല, കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ അപ്പമൊക്കെ എടുത്ത് വെച്ചു. മീൻകറിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചേട്ടന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ മീൻകറിയും അപ്പവും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നിച്ചിട്ട് ഞാൻ അതൊന്ന് ഒരു പിച്ചെടുത്ത് ഒന്ന് മീൻകറിയും കൂട്ടി ഒന്ന് കഴിക്കുകയാണ് കേട്ടോ. മീൻകറി നല്ല ടേസ്റ്റായിരുന്നേ, ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ ആ വിറകടുപ്പിൽ വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം കുറേ നാളായില്ലേ ഇങ്ങനത്തെ മീൻകറി കഴിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചേട്ടന് കൊടുത്തതിന് ശേഷം ഞാൻ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണേ. ചോറും പിന്നെ മീൻകറി ഒരു പാത്രത്തിലാക്കിയിട്ട് അത് ചോറിനകത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ ഒന്ന് എടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു അച്ചാറും കൂടിയേ ഉള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറികളൊന്നുമില്ല. ഇന്നിപ്പോൾ സമയമില്ലല്ലോ, ചേട്ടൻ പോവാറേ ആയി. അല്ലെങ്കിൽ ഒരു തോരനോ മെഴുക്ക് പുരട്ടിയോ അച്ചാറല്ല തോരനോ അവിയലോ പിന്നെ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഇന്നിപ്പോൾ അതിനുള്ള ഒരു ടൈമില്ല. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ നന്നായി കഴിച്ചോളും. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടിഫിൻ റെഡിയായി, ചേട്ടൻ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചണൊക്കെ നീറ്റാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തുണി കഴുകി ഇരിക്കുന്ന ഒരു ജോലിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.